സുഹൃതഹാരങ്ങൾ. തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി. അപ്പം ആരെ പറ്റിയാണ് ഇവിടെ പറയുന്നത് വെച്ചാൽ കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ ഈ ചണ്ടാല സ്ത്രീയായ പെൺകുട്ടിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ തൂമ തേടും തൻ പാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ കയറ് വലിച്ചുടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെയുള്ള കഥാപാത്രം എന്താ ചെയ്യുന്നത്, വെള്ളം കോരിക്കൊണ്ട് നിൽക്കുകയാണല്ലേ. ആ സമയത്ത് അങ്ങോട്ട് ആരാണ് വരുന്നത്, ശ്രീമാന ഭിക്ഷു വങ്ങു ചെന്നർത്ഥിച്ചാൻ, ഒരു ഭിക്ഷാടകനാണ് അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് എന്താ പറയുന്നത് നോക്കുക. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിദാശു നീ ഓമലെ തരൂ തെല്ലെന്നത് കേട്ടൊരാ മനോഹരി അമ്പരന്നോതിനാൾ. ആ സമയത്ത് ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നത്, അമ്പരന്ന് പോവുകയാണ്. എന്തിനാണിപ്പോൾ ഒരാൾ വന്ന് കുറച്ച് വെള്ളം ചോദിക്കുന്നതിന് അമ്പരന്ന് പോകുന്നതെന്ന് നമുക്കിപ്പോൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഈ കാലഘട്ടം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലായിരുന്നില്ല കുമാരനാശാൻ ഈ ചണ്ടാല ഭിക്ഷുകി എന്ന കവിത എഴുതിയിരുന്നത്. 1922 കുമാരനാശാന് ഈ കൃതി, അതായത് ചണ്ടാല ഭിക്ഷുകി എഴുതുന്നത്. അപ്പോൾ ഈ അന്ന് കാലത്ത് എന്തുണ്ടായിട്ടുണ്ട്, ജാതീയമായി പല ഐത്തങ്ങളും നിലനിന്ന കാലഘട്ടമായിരുന്നു അത്. ശ്രീനാരായണ ഗുരു നമ്മെ പഠിപ്പിച്ചത് എന്താണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ആര്, നമ്മുടെ കുമാരനാശാൻ. അപ്പോൾ കുമാരനാശാൻ ജാതീയ ഇതൊക്കെയൊക്കെ എതിരായിക്കൊണ്ട് ഐത്തമില്ലാത്ത ഒരു കാലത്തിന് വേണ്ടിയിട്ട് പോരാടിയ ഒരു കവിത കൂടിയാണ് ഈ ചണ്ടാല ഭിക്ഷുകി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുമാരനാശാന്റെ കൃതികൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള കുറേ കൃതികൾ നമുക്ക് കാണാൻ പറ്റും. അതായത് കരുണ, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, നളിനി, പിന്നെ ഏതാണ് ചിന്താവിഷ്ടയായ സീത, കരുണ, അങ്ങനെ ഒരുപാട് കവിതകൾ ആരതുണ്ട്, നമ്മുടെ കുമാരനാശാൻ്റെതായിട്ടുണ്ട്. അപ്പം അതൊക്കെ എടുത്തു നോക്കിയാൽ ആ കാലഘട്ടത്തിലെ ഓരോ അവസ്ഥകൾ നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൃതികളാണ്. ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിദാശു നീ ഓമലെ തരൂ തെല്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരം നോദിനാൾ. അപ്പോൾ ഈ വെള്ളം ചോദിച്ചത് കേട്ട സമയത്ത് ഈ യുവതിക്ക് എന്താണ് പെട്ടെന്ന് അമ്പരപ്പാണ് തോന്നിയത്. അതായത് ഏറ്റവും താഴ്ന്ന ജാതി, അന്ന് ജാതീയത നിലനിന്ന കാലഘട്ടത്തിൽ ഈ ചണ്ടാലർ എന്ന് പറയുന്ന ജാതി എന്താണ്, ഈ ശവമൊക്കെ ദഹിപ്പിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീയിൽ നിന്നും, ചണ്ടാല സ്ത്രീയിൽ നിന്നും വെള്ളം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് എന്താണ്, ഏറ്റവും പാപമായ ഒരു കാര്യമായിട്ടാണ് കരുതിപ്പോരുന്നത്. അതുകൊണ്ടാണ് അവൾ എന്തായത് അമ്പരന്ന് പോയി ഈ ചോദ്യം കേട്ടപ്പോൾ. ഈ ഭിക്ഷ യാചിച്ച് വന്നതാവട്ടെ ആരാണ്, ബുദ്ധ ശിഷ്യനായ ആനന്ദൻ എന്ന് പറയുന്ന ഒരു സന്യാസിയാണ്. അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറഞ്ഞതോ. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, അങ്ങ് ജാതി മറന്നു പോയോ, നീചനാരിതൻ കയ്യിൽ ജലം വാങ്ങി യാചിക്കുമോ ചെല്ലെഴും ആര്യന്മാർ. അപ്പോൾ ആര്യന്മാർ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്, ഉയർന്ന തലത്തിൽ. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഒരു താഴ്ന്ന എന്നെപ്പോലുള്ള ഒരാളെടുത്ത് നിന്ന് വെള്ളം വാങ്ങി കുടിക്കുമോ എന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി ഗ്രാമത്തിൽ പുറത്തെങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ജാതി. അപ്പം എന്താ പറയുന്നത്, ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. അപ്പോൾ അദ്ദേഹം എന്താ അപ്പം പറയുന്നത് മറുപടി ആയിട്ട്, എനിക്ക് ഒരല്പം നീർ എന്ന് പറഞ്ഞാൽ ജലം, വെള്ളം തന്നാൽ മതി, ദാഹിച്ച് എന്താണ് തൊണ്ട വറ്റിയിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് ആവശ്യപ്പെടുന്നത്, ജാതിയല്ല, ജാതി ചോദിക്കുന്നില്ല സോദരി ഞാൻ സഹോദരി എന്താണ് ജാതിയല്ല ചോദിച്ചത്, എന്താണ് വെള്ളമാണ് ചോദിച്ചത്, ദാഹിച്ച എന്നാണ് അദ്ദേഹം മറുപടിയായി പറയുന്നത്. പിന്നെന്താണ്,
ഭീതി വേണ്ട തരികതെനിക്കു നീ. എനിക്ക് തരാൻ നീ എന്ത് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഭീതി വേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ. അപ്പൊ അതീവ സുന്ദരനാണ് ആര്? ഈ വന്നിരിക്കുന്ന സന്യാസി. പിന്നെ തർക്കം പറഞ്ഞില്ലയോമലാൾ. പിന്നെ തർക്കിക്കാൻ ആരും നിന്നില്ല, ഈ പെൺകുട്ടിയും നിന്നില്ല. തന്വിയാണവൾ, കല്ലല്ല ഇരുമ്പല്ല. അവൾ ആരാണ്? തന്വിയാണ്, കല്ലല്ല ഇരുമ്പല്ല. അവൾ കല്ലു ഇരുമ്പും ഒന്നല്ല. കറ്റക്കാർക്കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരു സാരിയൊരുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റു വിടർത്തവൾ പാരം വിസ്മയമാർന്നു വിസ്ഫാരിതതാരയായി തെല്ലു നിന്ന് മൈക്കണ്ണിയാൾ. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്നറിയോ? വെള്ളം തന്നാലെന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് പിന്നെ അവൾ എന്താ തർക്കിക്കാൻ പോയില്ല. എന്നിട്ട് എന്താ ചെയ്തത്? അവളുടെ മനമരിഞ്ഞൂലേ, ആ ദാഹജലം ചോദിച്ചത് കൊടുക്കാന്നുള്ള തരത്തിൽ എന്താണ്, അവർ കല്ലല്ല ഇരുമ്പല്ല. അവൾ അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളിലേക്ക് ആ തെളിനീര് ഒഴിച്ചു കൊടുത്തു. അതെന്താ എന്നിട്ട്? അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്റെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം എന്നാണ് അവസാന ഘട്ടത്തിൽ കവി പറയുന്നത്. എന്തുകൊണ്ടാണ്? അയിത്തം നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എന്താണ്, ജാതീയതയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവർ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ വെള്ളം കൊടുക്കുന്നതിലൂടെ, അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ജാതീയതയ്ക്കെതിരെയുള്ള, അതായത് എല്ലാവരും സമന്മാരാണ്, അയിത്തമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാവണമെന്നുള്ള കുമാരനാശാന്റെ ചിന്തയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു കവിത കൂടിയാണ് എന്ത്? ഈ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന ഈ കവിത. അതാണ് നമുക്ക് പഠിക്കാനുള്ള എന്ത്? സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്.